ഖത്തറിൽ ജയിലിൽ കഴിയുന്ന മലയാളികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ദില്ലി ജന്തർ മന്ദിറിൽ പ്രതിഷേധം. ജയിലിലുള്ള 650 മലയാളികളുടെ കുടുംബങ്ങളാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ആദിൽ പാലോട് സ്ഥലത്തുണ്ട്. ആദിൽ പാലോട്, ഇവരിൽ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? എന്താണ് ഇവരിപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യവുമായി മുന്നോട്ട് വരാനുള്ള കാരണം? യമനിൽ നമ്മുടെ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ചൂടുപിടിച്ചതോടുകൂടിയാണോ ഇപ്പോൾ ഇവരും എത്തുന്നത്? ഖത്തറിലെ ജയിലിൽ 700ഓളം ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഇതിൽ 650-ലേറെ പേർ മലയാളികളാണ്. പല കേസുകളിൽപ്പെട്ട് കഴിയുന്നവരാണ്. പക്ഷേ അവരെ ഇന്ത്യയിൽ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇപ്പോഴുള്ള നിയമപ്രകാരം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ആ സാധ്യത കേന്ദ്രം ഉപയോഗിക്കുന്നില്ല. ആ സാധ്യത ഉപയോഗിച്ച് അവിടെ തടവിൽ കഴിയുന്ന മലയാളികളെ തിരികെ ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നുള്ള ആവശ്യമുയർത്തിയാണ് അവരുടെ കുടുംബക്കാർ. ഇതിൽ 650ഓളം തടവുകാർ മലയാളികളാണ് എന്നുള്ളതാണ്. അവരുടെ ബന്ധുക്കളാണ് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങളെ ആരാണ് അവിടെ കഴിയുന്നത്? എന്റെ മകൻ. എന്ത് കേസിലാണ് അവിടെ? ഓനെ ഞാൻ അയച്ചില്ല, വർക്ക് വിറ്റ് അയച്ചു. ഓനെ ഞാൻ ഗൾഫിലേക്ക് അയച്ചു, പണിക്ക് അയച്ചു. എങ്ങനെ പെട്ടെന്നറിയില്ല. അവിടെ കേസിൽ പെട്ട് എത്ര വർഷമായിട്ട് കിടക്കുന്നു? 7 വർഷമായി. ഒരു വിവരമില്ല. നിങ്ങളാരാ? ഭർത്താവ്? ഇവരെന്നെ. ഇവിടെയും ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളാരാ കിടക്കുന്നത്? മകനാണ്. മകൻ എന്ത് കേസിൽ പെട്ടാന്നല്ല അറിയില്ല. ഇപ്പം ഒരു വിവരം എന്തെങ്കിലും ഉണ്ടോ? എന്താ നിങ്ങൾ ആവശ്യം? ഞങ്ങൾക്ക് അവരവിടെ എത്രയും പെട്ടെന്ന് റിലീസാക്കി. നിങ്ങളെ ഇത് അങ്ങനെ ഭർത്താക്കന്മാരും മക്കളും ഒക്കെ ജയിലിൽ കഴിയുന്ന ഉമ്മമാരും ആളുകളുമാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ ആരാ? മോനാണ്. എന്ത് കേസിലാണെന്നറിയോ? പോയി കേസിൽപ്പെട്ട് പോയതാണ്. എത്ര വർഷമായിട്ട് കിടക്കുന്നു? 5 വർഷമായി. നിങ്ങളെ മോൻ എത്ര വർഷമായിട്ട് കിടക്കുന്നു? 6 വർഷമായി. 6 വർഷമായിട്ട്. എന്താ നിങ്ങൾ എങ്ങനെ തിരികെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടെ ജയിലിലായാലും കുഴപ്പമില്ല എന്നുള്ളതാണോ? ഇന്ത്യയിൽ കൊണ്ടുവരണം. അതിന്റെ സംഘാടകരും മറ്റുമൊക്കെ ഉണ്ട്. എന്താണ് ശരിക്കും ഉമ്മമാര് ആ ദൃശ്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്താൽ അറിയാം. ഇവിടെ കേരളത്തിൽ മലയാളികളായ 650 പേരാണ് തടവ് പുള്ളികളായി ഖത്തറിലെ ജയിലിൽ കഴിയുന്നത്. ആകെ 700 പേർ ഇന്ത്യക്കാരായി ഉണ്ട്. അവരെ ഈ സാധ്യതകൾ ഉപയോഗിച്ച് തിരികെ ഇന്ത്യയിൽ കൊണ്ടുവരണം. ഇന്ത്യയിൽ കൊണ്ടുവന്ന് മോചിപ്പിക്കണമെന്നല്ല, ഇന്ത്യയിൽ എത്തിക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. അതെ, വളരെ വർഷങ്ങളായിട്ട്, ഒരു പതിറ്റാണ്ട് മുതലേ അധികമായിട്ട് ജയിലിൽ കഴിയുന്ന ആളുകളെ കൊണ്ടുവരാൻ ഒരു സാധ്യതയുണ്ടോ നിയമപ്രകാരം? അതെ, നിയമപ്രകാരം സാധ്യതയുണ്ട്. 2015 ഇതാണ് അഗ്രിമെന്റ് എന്ന് പറയുന്നത്. 2015 ഇന്ത്യയും ഖത്തറുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ള അഗ്രിമെന്റ് ആണ് ഇത്. അത് ഗവൺമെന്റ് ഓഫ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ആൻഡ് ഓൺ ദ ട്രാൻസ്ഫർ ഓഫ് സെന്റൻസ്ഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതുവരെയും അവിടെ റാറ്റിഫിക്കേഷൻ ചെയ്തു തന്നിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ റാറ്റിഫിക്കേഷൻ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെയാണ്. നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം ചെയ്യേണ്ടുന്ന ഗവൺമെന്റ് തലത്തിലാണ്. അങ്ങനെ മറ്റു രാജ്യങ്ങളൊക്കെ ആ സാധ്യത ഉപയോഗപ്പെടുത്തും. മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇറാനിലേക്ക് ആളുകളെ കൊണ്ടുപോയതിന്റെ ന്യൂസാണിത്. അതുപോലെ തന്നെ ഇതാ പാകിസ്ഥാനും ഇറാനും ഒക്കെ സമാനമായി ഖത്തറിൽ കഴിയുന്ന പൌരന്മാരെ തിരികെ അവരുടെ നാടുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ജയിലുകളിൽ കഴിയുകയാണ്. PM നിയാസ് ഉണ്ട്. ഏതായാലും അടിയന്തരമായി ഇക്കാര്യത്തിൽ കേന്ദ്രം ഇടപെടണം എന്നുള്ളതാണ് ആവശ്യം. തീർച്ചയായും ഇന്ത്യക്കാർക്ക് വേണ്ടി അല്ലാതെ ഇന്ത്യ ഗവൺമെന്റ് ആർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്? ഇവരൊക്കെ നല്ല സങ്കടത്തിലാണ്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥ, അത് സർക്കാരുകൾ തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടി, അത് നടപ്പിലാക്കുവാൻ ഉത്തരവാദിത്തം സർക്കാരുകൾക്കുണ്ട്. കുടുംബത്തിനൊക്കെ വലിയ ആശങ്കയായിരിക്കും. വളരെ കേരളത്തിലുള്ള ആളുകൾ, ഇപ്പോൾ പഞ്ചാബിലുള്ള ആളുകളും UP-യിലുള്ള ആളുകളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ വളരെ വർഷങ്ങളായി അവർ നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരുടെ രാജ്യത്തിലെ സർക്കാരുകൾ ഇല്ല എന്ന് പറഞ്ഞാൽ അവരാരോടാണ് പറയേണ്ടത്? ഉറപ്പാണ്. ഇതായി ഇവിടെയൊക്കെ ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ആരാ അമ്മ? മോനാണ്. എത്ര വർഷമായി അവിടത്തെ ജയിലിലാണ്? 1.5 വർഷമായി. എന്ത് കേസിലാണെന്ന് മറ്റോ അറിയോ? ഇല്ല, അത് അതിന്റെ മുതലാളി കുടുക്കിയതാണെന്നാ പറയുന്നത്. ആണോ? സ്പോൺസർ അവിടെ നിന്ന് കുടുക്കിയതാണെന്നാണ് അറിയുന്നത്. നിങ്ങളാരാ? എന്റെ മോനാണ്. ഒറ്റൊരു മോനേ ഉള്ളൂ. ഞങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് എന്റെ കഴിഞ്ഞ ഒരുപാടല്ലല്ലോ, മോനുള്ളല്ലോ. മോനെ ഞങ്ങൾക്ക് തിരികെ തീർച്ചയായിട്ടും കിട്ടണം. എത്ര വർഷമായി? 1.5 വർഷമായി. എന്ത് കേസാണെന്ന് വല്ല അറിയോ? ഇല്ല, ഓന് വിസ കൊടുത്ത ആളാണ് ഓനെ കുടുക്കിയത്. തീർച്ചയായും ഒരു വിവരം ഇല്ല. നിങ്ങളാരാ? എന്റെ മകനാണ് കിടക്കുന്നത്. എത്ര വർഷമായിട്ട് അവിടെ ജയിലിൽ കഴിയും? 2 വർഷമായി കിടക്കണം. 2 വർഷം. എന്റെ മോനാണ്. 2 വർഷമായി. അങ്ങനെ ജോലിക്ക് പോയതാണ്. എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ജയിലിലാണെന്ന് പറഞ്ഞിട്ട് വിളിക്കലൊന്നുമില്ല. അവന് മക്കളുണ്ട്. 3 മക്കളും ഭാര്യ ഞങ്ങളുടെ അടുത്താണ്. ഞങ്ങൾക്കൊരു ഗതിയില്ലാതെ ജീവിക്കണം. ആദിൽ പാലോട്, ഞാൻ മടങ്ങി വരാം. ഇവരുടെ വിഷയങ്ങളും അവരുടെ പ്രതികരണങ്ങളും എടുക്കുക. നമുക്ക് എന്താണ് ഇവരുടെ വിഷയത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അധികാരികളുമായിട്ട് കൂടി അവരെ അറിയിക്കണം ഈ വിഷയം.